ഹലോ, ഇന്ന് ഊണിന് സ്പെഷ്യലാണ് നമ്മുടെ മുരിങ്ങയിലയും ചക്കക്കുരുവും. കഴിഞ്ഞ ദിവസം കുറച്ച് മുരിങ്ങയില കിട്ടി. അപ്പോൾ വീട്ടിൽ കുറച്ച് ചക്കക്കുരു കിടക്കുന്നുണ്ടായിരുന്നു. അന്നപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമുക്കൊരു മുരിങ്ങയിലയും ചക്കക്കുരും കൂടെ എന്താക്കിയാൽ എന്താ എന്ന്. അപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്നോർത്ത് ഞാൻ വീഡിയോ എടുത്ത് ചക്കക്കുരു എടുത്ത് ഒന്ന് ഇത് വൃത്തിയാക്കി കേട്ടോ. അതൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് ഇതാക്കി വെച്ച് അതിന് ശേഷം ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് ഞാൻ വേവിക്കാൻ പോവുകയാണ്. അതിന് ചക്കക്കുരു ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ചാർജല്ലേ, അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മുരിങ്ങയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ടൈം വെക്കുന്നുണ്ട്. കാരണം ഈ എട്ടുകാലിയും പ്രാണികളൊക്കെ പുറത്ത് നടക്കണമല്ലേ. അതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. അതിനായിട്ട് ചെറിയൊരു സവോള എടുത്ത് അത് ഞാൻ നന്നായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്ത് പിന്നെ ഇത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കറി വെക്കാനുള്ള. അതിന് ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുകും പിന്നെ ഇച്ചിരി പരിപ്പും കൂടി ഇട്ട് കേട്ടോ. പരിപ്പും പിന്നെ കുറച്ച് ഒരു വറ്റൽമുളകും കൂടെ ഒടിച്ചിട്ട് അതിന് ശേഷം അരിഞ്ഞ് വെച്ച സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. കാരണം ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചത് കൊണ്ടാണ് അത് വരട്ടിയെടുക്കണേ. അത് വഴറ്റി നന്നായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതാക്കി വെച്ചേക്കണം നമ്മുടെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങയില ഇത്ര ഉണ്ടെന്നൊന്നും നോക്കണ്ട കേട്ടോ. അത് കണ്ടോ, അതിങ്ങനെ വെന്ത് വന്നപ്പോൾ തന്നെ അത് ചൊങ്ങിപ്പോയേ. ഇത്ര ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടെന്ന് ഞാനും ആദ്യം ഓർത്തത് എത്ര ഉണ്ടല്ലോ എന്ന്. അത് ചൊങ്ങിപ്പോയി. അത് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇലയിലേക്ക് പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കും. അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. ആ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കേട്ടോ. എന്നിട്ട് ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം തേങ്ങ ഞാൻ ഒതുക്കിയല്ല അതുപോലെ തന്നെ ചിരണ്ടി ചേർക്കുകയാണ് ചെയ്തത്. ഒതുക്കിയിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ച് എടുക്കണം. ചെറിയൊരു വെള്ളമയം ഉണ്ട് കേട്ടോ. അതെല്ലാം വെള്ളം വറ്റിച്ച് നന്നായിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവേ. ഇതാ കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇതാണ് തോരൻ, ചക്കക്കുരു മുരിങ്ങയില തോരനാണ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ കിളുത്ത് വന്നതാണ്. ഇതാ പാവയ്ക്ക, ചെറിയ പാവയ്ക്ക, ഒരു മെഴുക്ക് പുരട്ടാനുണ്ട്. അതിനുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് പറഞ്ഞാൽ കയ്പ്പൊന്ന് ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സവോള, പിന്നെ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, വേറെ വെച്ചേക്കണേ. കരിവേപ്പിലയാണ്. അതിലിത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. അതിന് ശേഷം ഞാൻ കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നോട്ടെ. കുറച്ച് ടൈം എടുക്കുമല്ലോ തേങ്ങാക്കൊത്ത്. ജസ്റ്റ് അത് ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കളയണ്ട. ജസ്റ്റ് മൂത്തതിന് ശേഷം പച്ചമുളക് ഉണ്ട്. ഞാൻ ഇത്രയും കാരണം വേറെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചുമന്ന മുളകോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള സാധനം ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ പച്ചമുളക് മാത്രം. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കതിനുള്ളത്. അപ്പോൾ പച്ചമുളക് ചേർത്തു. നന്നായിട്ടൊന്ന് അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ എല്ലാ ഇതുണ്ട്, പാവയ്ക്കയും പിന്നെ സവോളയും എല്ലാം ഒന്നിച്ചിട്ടങ്ങ് കൊടുക്കുവാണ്. അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്നിച്ച്, കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഒന്നിച്ചിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പതുക്കെ അതായത് തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇനി വേവിക്കാൻ. എന്താ ഇതുപോലെ. അപ്പം നമ്മുടെ ഇവിടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായേ. എന്നാൽ ഇനിയിപ്പം നമുക്ക് ചോറിനുള്ള നമുക്ക് റെഡിയാക്കാം. ചോറ് നമുക്ക് എടുക്കാം. ഇതാ ഒരു ബൗൾ ചോറാണ്. ഈ ചോറ് ഇതാ ഇന്ന് ശരിയായി വന്നു. ഇന്നലെ അത് ശരിയായില്ലായിരുന്നേ. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ചക്കക്കുരു മുരിങ്ങക്ക തോരൻ അത് കുറച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇന്നലെ നമ്മൾ ഒരു മീൻ കറി വെച്ചായിരുന്നേ. അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. പിന്നെ ഇതാ കണ്ണിമാങ്ങ അച്ചാറുണ്ട്. പിന്നെ ഇതാ ഇന്നലത്തെ മീൻ കറി നന്നായിട്ട് ചട്ടിയിലിരുന്ന് വറ്റി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത്ര ഉള്ളേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഓർക്കുന്നു. നിങ്ങൾ ഈ ചക്കക്കുരു മുരിങ്ങക്കായ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം, വെച്ചിട്ടില്ലെങ്കിൽ.